നിങ്ങളുടെ അമ്മ അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെ എഴുന്നേറ്റിട്ട് കണ്ടു, നിങ്ങൾ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ വിചാരിച്ചു, എൻ്റെ മോൻ നന്നായി പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത്, അമ്മേ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 4 മണിക്കും 5 മണിക്കൊക്കെ കിടക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാത്രി 10 മണിക്ക് ശേഷം ഉറക്കം ഒഴിയുക എന്നത്. എന്നാൽ അമ്മയോട് നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങി, കിടന്നു, കരഞ്ഞു, ഓടി, ചാടി, എഴുതി, ഞാൻ കൊണ്ടുപോയി എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നെഗറ്റീവ് ഫോം, ഞാൻ പറഞ്ഞു എന്നതിന്റെ നെഗറ്റീവ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓടിയില്ല, ചാടിയില്ല, കരഞ്ഞില്ല, എഴുതിയില്ല, ഞാൻ പറഞ്ഞില്ല. ആ രീതിയിൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് ഫോം ചെയ്തില്ല, ഞാൻ ചെയ്തില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പറ്റും? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്നത് ഈ പ്രൊനൗൺസുകളെ 2 രീതിയിൽ വിഭജിച്ചിട്ടാണ്. ഇതിനെ ഒരു പാർട്ടാക്കിയും ഇതിനെ മറ്റൊരു പാർട്ടാക്കിയും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ മുമ്പേ ഉള്ള എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം, ഡേ 1 മുതലുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മുമ്പേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. പാസ്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ തിന്നു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ പ്രൊനൗൺസിന്റെ കൂടെ വേർബിന്റെ, പാസ്റ്റ് ടെൻസിന്റെ വേർബ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ തിന്നു എന്ന് പറയാൻ ഈറ്റ്, തിന്നുക എന്നർത്ഥം വരുന്ന ഈറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഐ എയ്റ്റ്, ഞാൻ തിന്നു. യു എയ്റ്റ്, നിങ്ങൾ തിന്നു. വി എയ്റ്റ്, ഞങ്ങൾ തിന്നു. അപ്പോൾ ഞങ്ങൾ തിന്നു എന്ന് പറയാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിന്നില്ല എന്നെങ്ങനെ പറയും? ഞങ്ങൾ തിന്നില്ല, കുടിച്ചില്ല, പറഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ ഇവിടെ ഡിഡിൻറ്റ് ആണ് വരുന്നത്. ഈ പ്രൊനൗൺസ് വന്നതിന് ശേഷം ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡിഡിൻറ്റ്. ഡിഡിൻ വന്നതിന് ശേഷം ഇവിടെ പ്രസന്റ് വേർബാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ എയ്റ്റ് എന്ന് പറയരുത്. വി ഡിഡിൻറ്റ് എയ്റ്റ് അല്ലെങ്കിൽ ഹി ഡിഡിൻറ്റ് എയ്റ്റ് എന്നല്ല പറയേണ്ടത്. കാരണം ഇവിടെ ഓൾറെഡി പാസ്റ്റ് ഫോം ആയി. ഡിഡ് ഡു എന്നതിൻ്റെ പാസ്റ്റ് ആണ് ഡിഡ്. അപ്പോൾ നിങ്ങൾ ഇനിയും പാസ്റ്റ് വേർബ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി പാസ്റ്റ് ടെൻസ് വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇനി യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് വേർബാണ്. വി ഡിഡിൻറ്റ് ഈറ്റ് എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ തിന്നില്ല അല്ലെങ്കിൽ ഞാൻ തിന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് ഈറ്റ്, ഐ ഡിഡിൻറ്റ് എയ്റ്റ് എന്ന് പറയരുത്. ഇവിടെ പ്രസന്റ് വേർബാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോം ഓർമ്മിച്ച് വെക്കുക. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് കടക്കാം. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു ക്രൂരനായ മനുഷ്യനുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ നിങ്ങൾ വിചാരിച്ച അയാളെ ക്രൂരനെന്നല്ല, നിങ്ങൾ അത് വിശ്വസിച്ചില്ല, നിങ്ങൾ ക്രൂരനാണെന്നുള്ളത്. പക്ഷെ അയാൾ ഒരു തവണ കൊലപാതക കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾ മറ്റൊരാളോട് പറയുകയാണ്, ഞാൻ ഇതുവരെ അയാൾ ക്രൂരനാണെന്ന് വിശ്വസിച്ചില്ല. ഐ ഡിഡിൻറ്റ് ബിലീവ്, ഞാൻ വിശ്വസിച്ചില്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐ വന്നതിന് ശേഷം ഡിഡിൻറ്റ് വന്നു, അതിനുശേഷം പ്രസന്റ് വേർബാണ് വന്നത്. ഇവിടെ ബിലീവ്ഡ് എന്നല്ല വന്നത്. കാരണം ബിലീവ് എന്നത് വിശ്വസിക്കുക, ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിലീവ്ഡ് എന്നല്ല പറഞ്ഞത്. കാരണം പലരും ചിന്തിക്കാറുണ്ട്, ഇവിടെ പ്രസന്റ് ഫോം ഡിഡിൻറ്റ് ചേർത്തതിന് ശേഷവും പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ പ്രസന്റ് വേർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഐ ഡിഡിൻറ്റ് ബിലീവ്, ഞാൻ വിശ്വസിച്ചില്ല. ദാറ്റ്, എന്താണ് ഞാൻ വിശ്വസിക്കാതിരുന്നത്? ഹി വാസ് എ ക്രൂവൽ പേഴ്സൺ. ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂരൻ. ഹി വാസ് എ ക്രൂവൽ പേഴ്സൺ. ഇവിടെ ഈ വാസ് വന്നതിൻ്റെ അതിൻ്റെ ഒക്കെ നമ്മൾ ഫോമുകൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഹി വാസ് എ ക്രൂവൽ പേഴ്സൺ, അയാൾ ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചില്ല. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ സ്ത്രീധനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ കുട്ടികളില്ലാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞു, അതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നിനക്ക് മക്കളൊന്നുമില്ലല്ലോ, പിന്നെ സ്ത്രീധനത്തിൻ്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നിങ്ങൾ വെറുതെ തമാശ കോമഡിക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അവന് വല്ലാതെ ഫീലായി, അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ നിങ്ങൾ പിന്നീട് പോയിട്ട് പറയുന്നതാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചില്ല. ടു ഹാം എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചില്ല. ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ് ടു ഹാം യു. പ്ലീസ് ഫോർഗീവ് മീ. പ്ലീസ് ഫോർഗീവ്, എന്നോട് ക്ഷമിക്ക്. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്ക്. പ്ലീസ് എന്നോട് ഫോർഗീവ് മീ, എന്നോട് നീ
ക്ഷമിക്ക്. ഈ വാക്കുകൾ നിങ്ങൾ വെറുതെ കേട്ടു പോകാതെ ഒരു ബുക്കിൽ നിർബന്ധമായി എഴുതി വെക്കുക. കാരണം പിന്നീട് നിങ്ങൾ ഉദ്ദേശിക്കുക എന്നതിൻ്റെ വാക്ക് ഇംഗ്ലീഷ് വാക്ക് ഏതാണോ എന്ന് തപ്പി നടക്കേണ്ട അവസ്ഥ വരരുത്. കാരണം ക്ഷമിക്കുക, ഉദ്ദേശിക്കുക എന്നതിൻ്റെ ഒക്കെ വാക്കുകൾ ഇവിടെ വേർബ് ബിൽഡിംഗ് കൂടിയാണ് നടക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക മാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായി ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഐ ഡിഡിൻറ്റ് ഇൻറ്റൻറ്റ്, ഞാൻ ഉദ്ദേശിച്ചില്ല. ടു ഹാം യു, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല. നിങ്ങളുടെ വൈഫ് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 2-3 സാരിയും വാങ്ങിയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പറയുകയാണ്, നിങ്ങൾ സെലക്ട് ചെയ്ത് മുഴുവനും ഓൾഡ് ഫാഷൻ സാരിയാണ്. എന്നിട്ട് മൊബൈലിൽ കുറച്ച് ന്യൂ ഫാഷൻ സാരിയുടെ മോഡൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലുള്ള പുതിയ ഫാഷൻ സാരി ഒന്നും നിങ്ങൾ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തില്ല. യു ഡിഡിൻറ്റ് പ്രിഫർ, പ്രിഫർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. യു ഡിഡിൻറ്റ് പ്രിഫർ, നിങ്ങൾ തിരഞ്ഞെടുത്തില്ല. ദീസ് എന്ന് പറഞ്ഞാൽ ദിസിന്റെ പ്ലൂരലാണ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. അടുത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ ചൂണ്ടിയാണ് നമ്മൾ ദിസ് എന്ന് പറയുക. അടുത്തുള്ള ഏതെങ്കിലും ഒരുപാട് വസ്തുവിനെ ചൂണ്ടി 2ഓ അതിലധികമോ വസ്തുക്കൾ ചൂണ്ടിയിട്ടാണ് ദീസ് എന്ന് പറയുക. ദീസ്, ഈ ഇവകൾ എന്നർത്ഥം വരും. ദീസ് ടൈപ്സ് ഓഫ് ന്യൂ ഫാഷൻ സാരീസ്, നിങ്ങൾ എനിക്ക് ഇതുപോലുള്ള, ഫോണിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതുപോലുള്ള ന്യൂ ഫാഷൻ സാരീസ് പ്രിഫർ ചെയ്തില്ല, തിരഞ്ഞെടുത്തില്ല. യു പ്രിഫേർഡ്, പ്രിഫർ എന്ന വാക്കിന്റെ പാസ്റ്റ് ആണ് പ്രിഫേർഡ്. പക്ഷേ ഇവിടെ പ്രിഫേർഡ് എന്ന് വരുമ്പോൾ 6 ഡബിൾ ചെയ്തു, 2 6 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാസ്റ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫോം ചേഞ്ച് ആകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഓക്കെ, യു പ്രിഫേർഡ്, നിങ്ങൾ തിരഞ്ഞെടുത്തു. ഓൾഡ് ഫാഷൻഡ്, ഔട്ട്ഡേറ്റഡ് ആയ പഴയ ഫാഷൻ സാരീസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. യു ഡിഡിൻറ്റ് പ്രിഫർ ദീസ് ടൈപ്പ് ന്യൂ സാരീസ്, നിങ്ങൾ സെലക്ട് ചെയ്തില്ല, നിങ്ങൾ തിരഞ്ഞെടുത്തില്ല. ഇനി മറ്റൊരു പെൺകുട്ടി തൻ്റെ ഭർത്താവിനോട് ഒരാഴ്ചക്ക് ശേഷം ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഡ്രസ്സ് എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കല്യാണത്തിൻ്റെ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ പുതിയൊരു ഡ്രസ്സുമായിട്ട് ഭർത്താവ് വന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ ആവശ്യങ്ങളൊന്നും നിങ്ങൾ ഇന്ന് വരെ മറന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത്. യു ഡിഡിൻറ്റ് ഫോർഗെറ്റ്, ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. യു ഡിഡിൻറ്റ് ഫോർഗെറ്റ്, നിങ്ങൾ മറന്നില്ല. മൈ നീഡ്സ്, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, നീഡ്സ് എൻ്റെ ആവശ്യങ്ങൾ. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, നീഡ്സ് എൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ മറന്നില്ല. ടിൽ ടുഡേ, ഇന്ന് വരെ. നമ്മൾ പറയാറില്ലേ ഇന്ന് വരെ നീ അത് മറന്നില്ല എന്നൊക്കെ പറയാറില്ലേ. ടിൽ ടുഡേ എന്ന് പറഞ്ഞാൽ, ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ് അർത്ഥം. ടിൽ ടുഡേ, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ ഒരു ആവശ്യവും മറന്നില്ല. ദാറ്റ് ഈസ് വൈ, അത് കാരണം. ദാറ്റ് ഈസ് വൈ, അത് കാരണം. ദാറ്റ് ഈസ് വൈ, അത് കാരണം. ഇതൊരു ഫ്രേസാണ്. ദാറ്റ് ഈസ് വൈ, അത് കാരണം. ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. യു ഡിഡിൻറ്റ് ഫോർഗെറ്റ് മൈ നീഡ്സ്, നിങ്ങൾ ഇന്ന് വരെ എൻ്റെ ഒരു ആവശ്യവും മറന്നില്ല. നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിൻ്റെ അന്ന് ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് കയറി വന്നു. പക്ഷേ നിങ്ങളുടെ അച്ഛൻ മുഴുക്കുടിയനായിരുന്നു. കള്ളു കുടിച്ചിട്ട് അവരോട് എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞു. കള്ളു കുടിക്കുന്ന ഒരാൾ വീട്ടിലുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. മറ്റുള്ളവരോട് എന്ത് പറയണമെന്ന് അറിയാതെ, സ്ഥലകാല ബോധമില്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ പിച്ചുമ്പയും പറയും. മറ്റുള്ളവരെ ചീത്ത വിളിക്കും, വഴക്ക് പറയും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബർത്ത്ഡേ പാർട്ടി സാറ്റിസ്ഫൈ ആയിട്ടില്ല, തൃപ്തി ആയിട്ടില്ല. വി ഡിഡിൻറ്റ് സാറ്റിസ്ഫൈ. സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തിയാവുക, സംതൃപ്തി. ഏതെങ്കിലും ഒരു കാര്യം അവസാനിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി വരില്ലേ. വി ഡിഡിൻറ്റ് സാറ്റിസ്ഫൈ, ഞങ്ങൾക്ക് സംതൃപ്തി ആയില്ല. വിത്തിന്റെ ഇവിടെ വിത്തിന്റെ അർത്ഥം കൊണ്ട് എന്നാണ്. ഈ പാർട്ടി നമുക്ക് സന്തോഷിക്കാനാണല്ലോ പാർട്ടി നടത്തുന്നത്. പക്ഷേ ഈ പാർട്ടി കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടായില്ല. വി ഡിഡിൻറ്റ് സാറ്റിസ്ഫൈ വിത്ത് ദിസ് പാർട്ടി ബിക്കോസ് യുവർ ഫാദർ യൂസ്ഡ് റബ്ബിഷ് വേർഡ്സ്. റബ്ബിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസംബന്ധം എന്നൊക്കെ പറയുന്നില്ലേ, നമ്മുടെ വളരെ ചീത്ത, വളരെ മോശമായ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. വിത്ത് അസ്, ഇവിടെ യൂസ് ഉപയോഗിക്കുമ്പോഴും സാറ്റിസ്ഫൈ ഉപയോഗിക്കുമ്പോഴും ഒരു 90% വിത്ത് വരും. യൂസിന് ശേഷവും സാറ്റിസ്ഫൈക്ക് ശേഷവും ഒക്കെ വിത്താണ് മാക്സിമം വരിക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ മുന്നിലുള്ള ക്ലാസ്സുകൾ നമുക്ക് പഠിക്കും. അപ്പോൾ വി ഡിഡിൻറ്റ് സാറ്റിസ്ഫൈ, ഞങ്ങൾ തൃപ്തിയായില്ല, സംതൃപ്തിയായില്ല വിത്ത് യുവർ ബർത്ത്ഡേ പാർട്ടി. നിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ അച്ഛൻ ഞങ്ങളോട് മോശമായി പെരുമാറിയതിനാൽ ഞങ്ങൾക്കത് സംതൃപ്തിയായില്ല. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെ ഒരു ദിവസം മാനേജർ ഒരു കാരണവുമില്ലാതെ പുറത്താക്കി. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ഒരു പണിയും ഇന്ന് വരെ നിരസിച്ചിട്ടില്ല, പക്ഷേ എന്നിട്ടും മാനേജർ പുറത്താക്കി. എങ്ങനെ പറയും? വി ഡിഡിൻറ്റ് ഡിനേ. ഡിനേ എന്ന് പറഞ്ഞാൽ നിരസിക്കുക, കഴിയില്ല എന്ന് പറയുക. വി ഡിഡിൻറ്റ് ഡിനേ, ഞങ്ങളൊന്നും നിരസിച്ചിട്ടില്ല. എനി വർക്ക്, ഒരു ജോലിയും ഞങ്ങൾ നിരസിച്ചിട്ടില്ല ഇൻ ദ കമ്പനി, ആ കമ്പനിയിൽ. വി ഡിഡ് എവറി ജോബ്. എവറി എന്ന് പറഞ്ഞാൽ എല്ലാ ജോലും വി ഗോട്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ലഭിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഗോട്ട്. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്തു. വി ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു. ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തില്ല.
we did every job we got, but the manager fired us. ഫയർ എന്ന് പറഞ്ഞാൽ നമ്മളെ തീ എന്ന അർത്ഥമുണ്ട്, പുറത്താക്കുക, വേർബ് വരുമ്പോൾ പുറത്താക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഫയേർഡ് പുറത്താക്കി, ഫയേർഡ് അസ് മീൻസ് ഞങ്ങളെ. അപ്പോൾ വി ഡിഡിൻറ്റ് ഡിനൈ എനി വർക്ക് ഇൻ ദ കമ്പനി, ഞങ്ങളൊന്നും ഒരു വർക്കും ഒരു ജോലിയും ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ നിരസിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങളെ പുറത്താക്കി. നിങ്ങളൊരു മരപ്പണിക്കാരനെ കൊണ്ട് ഒരു കബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരമാര പോലത്തെ ഒരു സാധനം, നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റും. കബോർഡ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആശാരി കബോർഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. പക്ഷെ നിങ്ങളുടെ റൂം ശരിയായ രീതിയിൽ അയാൾ അളന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കബോർഡ് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ശരിയായ രീതിയിൽ അളന്നിട്ടില്ല എന്നെങ്ങനെ പറയും? ദേ ഡിഡിൻറ്റ് മെഷർ എന്ന് പറഞ്ഞാൽ അളക്കുക. ദേ ഡിഡിൻറ്റ് മെഷർ, അവർ അളന്നില്ല. ദ വോൾ പ്രോപ്പർലി, വോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമര് കൃത്യമായ, പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ അവർ അളന്നില്ല. സോ അതിനാൽ ദിസ് കബോർഡ് ഡസ് നോട്ട് ഫിറ്റ് ഹിയർ. ഈ ടെൻസ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ മുമ്പത്തേയുള്ള ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം, ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. കബോർഡ് ഡസ് നോട്ട് ഫിറ്റ് ഹിയർ, കബോർഡ് ശരിയായ രീതിയിൽ ഫിറ്റ് ആവുന്നില്ല. നിങ്ങളുടെ മകളെ ആർഭാടപൂർവ്വം ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വെച്ചു, പക്ഷേ അവർ ശരിയായ രീതിയിൽ അവളെ ശ്രദ്ധിക്കുന്നില്ല, മര്യാദക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നില്ല. അവൾക്കൊരു സന്തോഷം നൽകാത്ത വീടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ മറ്റുള്ള മക്കൾ ചോദിച്ചു, എന്തിനാണ് ചേച്ചി ഇങ്ങനെ കൊണ്ടുവന്നത്? നിങ്ങൾ പറഞ്ഞു, അവർ എൻ്റെ മകളെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെ പറയും? ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. സോ ഐ ബ്രോട്ട്, ഞാൻ കൊണ്ടുവന്നു. ഹെർ, അവളെ കൊണ്ടുവന്നു. ടു മൈ ഹൗസ്, എൻ്റെ വീട്ടിലേക്ക് അവളെ ഞാൻ കൊണ്ടുവന്നു. ബിക്കോസ് എന്താണ് കാരണം? ദേ ഡിഡിൻറ്റ് കെയർ ഫോർ മൈ ഡോട്ടർ, അവർ എൻ്റെ മകളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിലേക്ക് ഓടുന്ന ഒരു മിനി ബസ് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വല്ലാതെ ടെൻഷനായി. കാരണം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അർജുൻ എന്നും രവി എന്നും പേരുള്ള കൂട്ടുകാരുടെ അച്ഛന്മാർ അവർ വരുന്നത് ഈ മിനി ബസ്സിലാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അർജുനും രവിയും ഇതൊരിക്കലും സഹിക്കില്ല. അർജുൻ ആൻഡ് രവി ഡിഡിൻറ്റ് ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഡിഡിൻറ്റ് ടോളറേറ്റ്, അവർ ടോളറേറ്റ് ചെയ്യില്ല, അവർ സഹിക്കില്ല. ദിസ് ന്യൂസ്, ഈ വാർത്ത അവർ സഹിക്കില്ല. ബിക്കോസ്, കാരണം their fathers, അവരുടെ അച്ഛന്മാർ യൂസ്ഡ് ടു കം. ഇവിടെ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെയാണ്. യൂസ്ഡ് ടു ഡ്രിങ്ക്, പതിവായി കുടിക്കുന്ന ഒരു കാര്യത്തിന് പതിവായി ചെയ്യുന്ന, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വരും. യൂസ്ഡ് ടു ഇവിടെ മനസ്സിലാക്കുക, പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കുക. അവർ ഫാദേഴ്സ്, അവരുടെ അച്ഛന്മാർ യൂസ്ഡ് ടു കം, പതിവായി വരാൻ ഉപയോഗിച്ചു. യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥം. യൂസ്ഡ് ടു കം, പതിവായി വരാൻ ഉപയോഗിച്ചത്. ഓൺ ദാറ്റ് ബസ്, ഇവിടെ ഓൺ എന്ന് വരാൻ കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടിന്, ബസ്, ട്രെയിൻ, പ്ലെയിൻ ഒക്കെ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. കം ഓൺ ദാറ്റ് ബസ് ഡെയിലി അവർ വരാൻ ഉപയോഗിച്ചിരുന്നത്, പതിവായി ഉപയോഗിച്ചിരുന്നത് ഏത് ബസ്സാണ്? ആ ബസ്സാണ്, ആക്സിഡൻ്റ് ആയി എന്ന് പറയപ്പെടുന്ന ബസ്സാണ്. അതുകൊണ്ട് ഈ ന്യൂസ് ഈ അർജുനും രവിയും ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല, അവർ സഹിക്കില്ല. സ്കൂളിൽ PT പീരീഡ് സമയത്ത് കുറച്ച് വിത്തുകൾ ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ PT പീരീഡ് സമയത്ത് നിങ്ങളത് നടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആകെ കുട്ടികൾക്ക് കിട്ടുന്ന PT പീരീഡ് സമയമായതുകൊണ്ട് തന്നെ അവർ പോയിട്ട് കളിച്ചു. അപ്പോൾ പിന്നീട് ടീച്ചർ ചോദിക്കുകയാണ്, നിങ്ങൾ നട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അവർ PT പീരീഡ് ആയതുകൊണ്ട് തന്നെ അവർ കളിക്കുകയായിരുന്നു, അവർ നട്ടിട്ടില്ല. എങ്ങനെ പറയും? ദ സ്റ്റുഡൻസ് ഡിഡിൻറ്റ് സോ എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുക, വിത്തുകൾ നടുന്നതിനെയാണ്, വിത്തുകളും ചെറിയ പ്ലാന്റുകളൊക്കെ നടുന്നതിനെയാണ് സോ എന്ന് പറയുക. ദ സ്റ്റുഡൻസ് ഡിഡിൻറ്റ് സോ, അവർ വിത്ത് വിതച്ചില്ല, വിത്ത് നട്ടില്ല. ദോസ് സീഡ്സ്, ആ സീഡ്സ് അവർ കുട്ടികൾക്ക് കൊടുത്ത ആ സീഡ്സ്. ദോസ് എന്ന് പറഞ്ഞാൽ അകലെയുള്ള ഒന്നിനെയാണ് ദാറ്റ് എന്ന് പറയുക, അതിൻ്റെ പ്ലൂരലാണ്. ദോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അകലെയുള്ള ഒരുപാട്. ദോസ്, ആ അവകൾ എന്ന് പറയും. ദോസ് സീഡ്സ്, ആ വിത്തുകൾ. സീഡ്സ് എന്ന് പറഞ്ഞാൽ വിത്തുകൾ. ആ വിത്തുകൾ അവർ സോ ചെയ്തില്ല, നട്ടിട്ടില്ല. ബിക്കോസ് ദേ വേർ പ്ലേയിങ്, അവർ, ഇത് ഏതാ ടെൻസ് എന്ന് നിങ്ങൾക്ക് അറിയാലോ, തൊട്ട് മുമ്പേ പഠിച്ചതാണ്. ദേ വേർ പ്ലേയിങ്, അവർ കളിക്കുകയായിരുന്നു. ടീച്ചർ നിങ്ങളുടെ കൂട്ടുകാരനോട് ക്ലാസ് റൂം അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ ചൂൽ ഒടിഞ്ഞു പോയത് കാരണം അവൻ അടിച്ചു വാരിയില്ല. അതെങ്ങനെ ടീച്ചറോട് പറയും? ഹി ഡിഡിൻറ്റ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, ചൂൽ ഉപയോഗിച്ചിട്ട് അടിച്ചു വാരുന്നതിനെയാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. ഹി ഡിഡിൻറ്റ് സ്വീപ്പ്, അവൻ അടിച്ചു വാരിയില്ല. ബിക്കോസ് ദ ബ്രൂം, നമ്മുടെ ചൂലിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ബ്രൂം. ഗ്രൂം എന്നല്ല, ഗ്രൂം എന്ന് പറഞ്ഞാൽ വരൻ എന്നാണ് അർത്ഥം. ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല്. ബ്രൂം വാസ് ബ്രോക്കൺ. ഈ ഫോം ഏതാണ് നമ്മൾ പിന്നീട് പഠിക്കും, ടെൻസ് വരാനുണ്ട്. ബ്രൂം വാസ് ബ്രോക്കൺ, ചൂല്
പൊട്ടിപ്പോയി, അതിനാൽ അത് കാരണത്താൽ ഹി ഡിഡിന്റ് സ്വീപ്പ്, അവൻ അടിച്ചു വാരിയില്ല. നിങ്ങളുടെ മകന് എന്ത് സാധനവും പെട്ടെന്ന് പിടിച്ചു വലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐസ്ക്രീം കടയിൽ കയറി ഐസ്ക്രീം കൊണ്ടുവച്ചപ്പോൾ അത് പെട്ടെന്ന് താഴേക്ക് വീണു. നിങ്ങൾ അവനെ വഴക്ക് പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ വൈഫ് പറയുകയാണ് അവൻ അത് പെട്ടെന്ന് പിടിച്ചു വലിച്ചിട്ടില്ല, അത് ആക്സിഡന്റലി താഴെ വീണതാണ്. ഹി ഡിഡിന്റ് വിപ്പ്. വിപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ടവാറിനെ കൊണ്ട് അടിക്കുക എന്ന അർത്ഥമുണ്ട്. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് അർത്ഥമുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും പിടിച്ച് വലിക്കുന്നതിനും ഒക്കെ വിപ്പ് എന്നാണ് പറയുക. ഹി ഡിഡിന്റ് വിപ്പ്, അങ്ങനെ പെട്ടെന്ന് പിടിച്ചു വലിച്ചില്ല. ഇവിടെ അർത്ഥം പെട്ടെന്ന് പിടിച്ചു വലിക്കുക. ഹി ഡിഡിന്റ് വിപ്പ്, അവൻ പെട്ടെന്ന് പിടിച്ചു വലിച്ചില്ല ദ ഐസ്ക്രീം, ആ ഐസ്ക്രീം പെട്ടെന്ന് പിടിച്ചു വലിച്ചില്ല. ഇറ്റ് ആക്സിഡന്റലി, ഇത് ഒരു യാദൃശികമായി പെട്ടെന്ന് fell to the ground. ഇറ്റ് ആക്സിഡന്റലി, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആരും മനഃപൂർവ്വം ചെയ്യാതെ യാദൃശികമായിട്ട് fell to the ground. fall എന്ന് പറഞ്ഞാൽ നിലത്ത് വീഴുക, ഫെൽ എന്ന് പറഞ്ഞാൽ വീണു. ഐസ്ക്രീം ആക്സിഡന്റലി നിലത്തേക്ക് വീണതാണ്, അല്ലാതെ അവൻ പെട്ടെന്ന് അത് പിടിച്ചു വലിച്ചില്ല. ഒരു ഹോട്ടലിലെ വെയിറ്ററുടെ കയ്യിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് അറിയാതെ കുറച്ച് വെള്ളം വീണു. അപ്പോൾ പെൺകുട്ടി വളരെ വൃത്തികെട്ട രീതിയിൽ അദ്ദേഹത്തെ വല്ലാതെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ പറയുകയാണ് ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ച് വളരാത്ത ഒരു പെൺകുട്ടിയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ഒരാൾക്ക് മറ്റുള്ളവരുടെ വേദന കണ്ടു കഴിഞ്ഞാലും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു ദുരന്തവും ഇന്നവരെ അനുഭവിച്ചിട്ടില്ല. ഷീ ഡിഡിന്റ് സഫർ. സഫർ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, വഹിക്കുക, അല്ലെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതിനാണ് സഫർ എന്ന് പറയുക. ഷീ ഡിഡിന്റ് സഫർ, അവൾ അനുഭവിച്ചിട്ടില്ല. എനി ഡിഫിക്കൽട്ടീസ്. ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും, ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ. ദാറ്റ് ഈസ് വൈ എന്ന് പറഞ്ഞാൽ അത് കാരണത്താലാണ് ഹെർ ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവം. ബിഹേവിയർ, അവളുടെ സ്വഭാവം ഈസ് ലൈക്ക് ദിസ്, ഇതുപോലെ. ഈ ലൈക്കിന്റെ അർത്ഥം ഇതല്ല, ഇഷ്ടപ്പെടുക എന്നല്ല. ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ. ഇതുപോലുള്ള ബിഹേവിയർ അവളിൽ നിന്ന് വരാൻ കാരണം ഷീ ഡിഡിന്റ് സഫർ എനി ഡിഫിക്കൽട്ടീസ് ഇൻ ഹെർ ലൈഫ്, അവൾ ഇതുവരെ ഒരു ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന അത്യാവശ്യമുള്ള നോട്ട്ബുക്ക് കീറിയത് കണ്ടിട്ട് നിങ്ങളുടെ അനിയത്തിയെ, അവളാണ് കീറിയത് എന്ന് വിചാരിച്ചിട്ട് അനിയത്തിയെ തല്ലാൻ പോകുമ്പോഴാണ് അമ്മ പറയുന്നത് അത് അവൾ കീറിയതല്ല, അതൊരു പൂച്ചയാണ് കീറിയത്. എങ്ങനെ പറയും? ഷീ ഡിഡിന്റ് ടിയർ. ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണീര് എന്നും അർത്ഥമുണ്ട്. കീറുക, എന്തെങ്കിലും സാധനം പീസാക്കുന്നതിനും ടിയർ എന്നാണ് പറയുന്നത്. ഷീ ഡിഡിന്റ് ടിയർ യുവർ നോട്ട്ബുക്ക്. അവൾ നിന്റെ നോട്ട്ബുക്ക് കീറിയിട്ടില്ല, അവൾ കീറിയിട്ടില്ല. ഇറ്റ് വാസ് എ കാറ്റ് ദാറ്റ് ടോർ ഇറ്റ്. ടിയർ എന്ന് പറഞ്ഞാൽ കീറുക, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോർ. ദാറ്റ് ടോർ. ഇറ്റ് വാസ് എ കാറ്റ്, അതൊരു പൂച്ചയായിരുന്നു. ദാറ്റ്, അതായിരുന്നു ടോർ ഇറ്റ്. നിന്റെ ബുക്ക് കീറിയത് ആ പൂച്ചയായിരുന്നു, അവൾ നിന്റെ ബുക്ക് കീറിയിട്ടില്ല. നിങ്ങളുടെ ഫ്രിഡ്ജ് കേടായപ്പോൾ നിങ്ങൾ മെക്കാനിക്കിനെ വിളിച്ചു. മെക്കാനിക്ക് പറഞ്ഞു ഫ്രിഡ്ജ് ഓണാക്കിയ ശേഷം എന്തെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു ശബ്ദം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. എങ്ങനെ പറയും? ഇറ്റ് ഡിഡിന്റ് പ്രൊഡ്യൂസ്. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇറ്റ് ഡിഡിന്റ് പ്രൊഡ്യൂസ്, ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. എനി സൗണ്ട്, ഒരു ശബ്ദവും ഇത് ഉണ്ടാക്കുന്നില്ല. നിങ്ങളൊരു കനത്ത മഴയത്ത് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു നായ മഴയും കൊണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അപ്പോൾ അതിന് അസുഖം ബാധിച്ചത് കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന രീതിയിൽ നിങ്ങൾ അന്ന് രാത്രി പോയി. പിറ്റേന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന നിലയിൽ കൂടുമൊക്കെ ആയിട്ട് നിങ്ങൾ വന്നപ്പോൾ അതിനെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കടക്കാരനോട് ചോദിച്ചപ്പോൾ അത് ഇന്നലത്തെ രാത്രിയിലെ നല്ല മഴ അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, നല്ല മഴ കാരണം അതിന് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ഇറ്റ് ഡിഡിന്റ് സർവൈവ്. സർവൈവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപത് ഘട്ടത്തിൽ നിന്ന് സർവൈവ്, അതിജീവിക്കുക എന്നാണ് സർവൈവ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇറ്റ് ഡിഡിന്റ് സർവൈവ്, അത് സർവൈവ് ചെയ്തില്ല, ആപത് ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ദ ഹെവി റെയിൻ, ആ ഹെവി റെയിനിൽ നിന്ന് അത് രക്ഷപ്പെട്ടില്ല. ആ മഴ കാരണം, മഴ കൊണ്ടുകൊണ്ട് ആ നായ മരിച്ചു. നിങ്ങൾക്ക് അർജുൻ എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന് ബിസിനസ് മാൻ ആകാനായിരുന്നു ഏറ്റവും ഇഷ്ടം. ബിസിനസ്സിനെ കുറിച്ചിട്ടായിരുന്നു അവൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അവൻ്റെ അച്ഛനെ അവനൊരു ഡോക്ടറാക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവനെക്കുറിച്ച് നിങ്ങൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് അച്ഛൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെ ഡോക്ടർ ആവുക എന്ന അവൻ്റെ കരിയറിൽ നിന്നും അവനൊരു ബിസിനസ് മാനിലേക്ക് അവൻ പോയില്ല, അവൻ ചാടിയില്ല. അവൻ ഡോക്ടറിൽ നിന്ന് അവൻ ബിസിനസ് മാനിലേക്ക് ചാടിയില്ല. അവൻ ഇപ്പോഴും ഡോക്ടർ ആകാൻ വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. അർജുൻ ഡിഡിന്റ് ലീപ്പ്. ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ ചാടിക്കടക്കുന്നതിന്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനാണ് ലീപ്പ് എന്ന് പറയുക. ചാടുക എന്നും അർത്ഥമുണ്ട്. ഒരു ഭാഗത്ത് നിന്ന്, ഒരു മലയുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വേറൊരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനൊക്കെ ലീപ്പ് എന്ന് പറയും. അർജുൻ ഡിഡിന്റ് ലീപ്പ്, അവൻ ചാടിയില്ല, അവൻ മാറ്റിയില്ല, അവൻ സ്വിച്ച് ചെയ്തില്ല.
ഫ്രം ബീയിങ് എ ഡോക്ടർ. ബീയിങ് എന്നുകൊണ്ട് ഇവിടെ ആവുക എന്നാണ് അർത്ഥം. ബീയിങ് എ ഡോക്ടർ, ഒരു ഡോക്ടർ ആവുന്നതിൽ നിന്നും അവൻ ചാടിയില്ല. ടു എ ബിസിനസ് മാൻ, അവനൊരു ബിസിനസ് മാനിലേക്ക് ചാടിയില്ല. ഇൻ ഹിസ് കരിയർ, അവൻ്റെ കരിയറിൽ അവൻ ചാടിയില്ല. ഒരു നാട്ടിൽ ഒരു കള്ളനെ പിടിച്ചപ്പോൾ എല്ലാവരും കുലുങ്ങിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ സാധാരണ കള്ളന്മാർ നടക്കുന്നത് പോലെയല്ല വീട്ടിലൂടെ നടന്നത്. അയാൾ ഡയറക്റ്റായിട്ട് അല്ല വീട്ടിലൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ നടന്നു, അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടു. ദ റോബർ ഡിഡിൻറ്റ് സ്ലിങ്ക്. സ്ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ കാണാതെ ഇങ്ങനെ നടക്കൂലേ, ഒച്ചയുണ്ടാക്കാതെ അയാൾ ആരും നോട്ടീസ് ചെയ്യപ്പെടാതെ നടന്നു പോകുന്നതിനാണ് സ്ലിങ്ക് എന്ന് പറയുക. ദ റോബർ ഡിഡിൻറ്റ് സ്ലിങ്ക്. സാധാരണ കള്ളന്മാർ ഒരു വീട്ടിൽ കയറിയാൽ അങ്ങനെയാണ് നടക്കേണ്ടത്. ആരും ഒച്ചയുണ്ടാക്കാതെ ആരെയും കണ്ണിൽ പെടാതെയാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ട് കയറിയ ഒരു കള്ളനായതുകൊണ്ട് തന്നെ, ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദ റോബർ ഡിഡിൻറ്റ് സ്ലിങ്ക്. അയാൾ സാധാരണ സ്വന്തം വീട്ടിൽ നടക്കുന്നത് പോലെ കക്കാൻ കയറിയ വീട്ടിലും നടന്നു. ഹി ഡിഡിൻറ്റ് സ്ലിങ്ക്. അയാൾ കള്ളന്മാർ സാധാരണ നടക്കുന്നത് പോലെയുള്ള നടത്തം നടന്നില്ല. ഇൻ ടു ദ ഹൗസ്, ആ വീട്ടിലേക്ക്. ദാറ്റ് ഈസ് വൈ, അത് കാരണത്താൽ ഹി വാസ് കോട്ട്. ഇത് അയാൾ പിടിക്കപ്പെട്ടു. മറ്റൊരു ഫോമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കോട്ട്. ഈ ഫോമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹി വാസ് കോട്ട്, അയാൾ പിടിക്കപ്പെട്ടു. അപ്പോൾ ചെയ്തില്ല, പറഞ്ഞില്ല, കളിച്ചില്ല, ഇരുന്നില്ല എന്നൊക്കെ പറയാൻ ഡിഡിൻറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻറ്റ് വന്നതിന് ശേഷം പ്രസന്റ് വേർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തില്ല, പറഞ്ഞില്ല എന്നൊക്കെ പറയാം. ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.